അങ്ങനെ തക്കണം അടിപൊളി ഒരു ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു മൈ ഡിയർ ഫാമിലി. അപ്പം തക്കണം ഞായറാഴ്ചക്കത്തെ വീഡിയോസ് ഉണ്ട് തള്ളി മറിച്ച് ഞാൻ അങ്ങോട്ട് പോന്നിക്കണേ. സൺഡേസ് ഹോളിഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആണല്ലോ അല്ലേ, എന്താ അമ്മക്ക് മാത്രം അത് ഹോളിഡേ ഇല്ലാത്തത്. അപ്പം ഞാനും തന്നെ കുറച്ച് നേരം കൂടിയാണ് കടന്നുറങ്ങിയിരിക്കുന്നത് കേട്ടോ. കടന്നുറങ്ങി നീച്ചപ്പോൾ തന്നെ നേരെ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ചായ വെക്കട്ടെ ചേച്ചി. ചായ ഇതാക്കണേ അടുപ്പിൽ തീയൊക്കെ മൂട്ടി, തീയും തന്നെ എൻ്റെ മാരിക്കന്നെ ഉഷാറായിട്ട് നല്ല തള്ളി മറിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ തീയൊക്കെ വേഗം പിടിച്ച് കിട്ടിയെന്ന് അടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് വേഗം പൂള അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കപ്പ അത് അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ കപ്പപ്പുഴുക്കാണ് നമുക്ക്. അപ്പോൾ വേഗം അതൊന്ന് വെക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ചേ കൊണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കൂട്ടാനാക്കിയിട്ടാണ് വെച്ചാൽ അത് മതി. പിന്നെ ഒരു കാര്യം പറയില്ല, രാവിലെ തന്നെ തിരക്കോട് തിരക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു ചായ ആ ഒരു ഐറ്റംസുകളില്ല ആ ഒരു വിഭാഗം കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് റേഷൻ കടയിൽ പോകണം കേട്ടോ. മാസ്റ്ററിങ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും വിരലൊന്നും കുത്തിയിട്ടില്ലെങ്കിൽ അരി കിട്ടൂല എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ അരി കിട്ടാതെ വെക്കണ്ട, അരിയാണല്ലോ നമുക്ക് മുഖ്യം ബിഗിലെ. അപ്പോൾ അരി കിട്ടാതെ വെക്കണ്ടല്ലോ. അപ്പോൾ വേഗം ഞങ്ങൾ മാസ്റ്ററിങ്ങിന് പോകണുണ്ട്. അപ്പോൾ ചായയും കൂടി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പയർക്ക് പോകാനായിട്ട്. അങ്ങനെ അല്ലറ ചില്ലറ ഭയങ്കര വലിയ പരിപാടികളാണ് ഇന്ന് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ പരിപാടികളായിട്ട് തന്നെയാണ് ഞാൻ വണ്ടി കൂടി അങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തിരക്കിട്ട് പൂളാൻ നോക്കണ പരിപാടിയായിട്ടോ. മക്കളൊന്നും നീച്ചിട്ടില്ല, അത് അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട്. മൂപ്പര് നീച്ചിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ണൻ നീച്ച് വന്നവന് വേറൊരു കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നീച്ച് വന്നതാണ്. അവന് അതാ കുളി തേവാരമൊക്കെ കഴിക്കാനുള്ള പരിപാടിയായിട്ടോ. പിന്നെ വീട്ടിൽ വരുമ്പോഴാണല്ലോ കുറച്ച് നേരം ഇങ്ങോട്ട് കടന്നുറങ്ങുക. ഓനും തന്നെ നേരത്തെ കാലത്ത് അവിടെ ആകുമ്പോൾ പിന്നെ ഒരു 8 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്കാരങ്ങണ്ടിയല്ലേ, അതുകൊണ്ട് അത്ര ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടൂല. ഇന്നിപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ച്. എന്നാൽ തന്നെ കല്യാണം ഉണ്ട്, തുണക്കാരത്തിൻ്റെ കല്യാണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നീച്ച് വന്നത് കേട്ടോ. അപ്പോൾ ഓൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ ഇതാ 8-10 കളിയും കളിച്ചാണ്ട് അവിടെ കിടക്കുമ്പോൾ തന്നെ കിടക്കാം കേട്ടോ. കണ്ണൊക്കെ നീച്ച് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരുമ്പാനുണ്ട് കേട്ടോ. തിരുമ്പി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികൾ എടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ പൂളടുപ്പത്ത് വെച്ചിട്ട് ഞാൻ തിരുമ്പാൻ ഇറങ്ങിയിട്ടോ. ചായയൊക്കെ വെച്ച് കഴിഞ്ഞേരം തിരുമ്പി കഴിഞ്ഞേരപ്പോത്തിന് നമ്മളെ പൂള റെഡി ആയിട്ടുണ്ട്. അത് അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് വറവൊക്കെ ഇട്ടിട്ട് അതങ്ങനെ വെച്ചിട്ട് കേട്ടോ. ഇന്നിപ്പോൾ നമുക്ക് പൂളക്കൂട്ടാനാണുള്ളത്. അപ്പോൾ കുറച്ച് തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓൻ കൊണ്ടുവന്നത് വിരിപ്പ്, പുതപ്പ്, അങ്ങനത്തെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തിരുമ്പിയിട്ട് സമാധാനമാക്കി. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നത്. അപ്പോൾ അതിന് മക്കൾ സെറ്റപ്പ് ആയിക്കണം കേട്ടോ. അതാ നീച്ച് അടിപൊളിയായിട്ട് ഓലിതാ ചായ കുടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വെച്ചാൽ പൂളേന്ന് ഇതാക്കണം. എല്ലാവരും ഓരോ സ്പൂണും കൊണ്ട് തോണ്ടി തിന്നണ പരിപാടി. ഓല അങ്ങനെ തന്നെയാണ്. ഓർക്ക് സ്വന്തമായിട്ട് എടുത്ത് തിന്നാനൊരു വകുപ്പില്ലാന്ന് തോന്നുന്നുണ്ട്. വെച്ചുണ്ടാക്കണ നയിപ്പില്ലല്ലോ അപ്പോൾ എടുത്ത് വിളമ്പി തിന്നാനായിട്ട്. അപ്പോൾ ഒന്ന് ഓരവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്ലേറ്റിൽ നിന്ന് ഞങ്ങൾ 3 ചായ കുടിച്ചിട്ട് വേഗം പോന്നു കേട്ടോ. രാവിലെ ഇതാ മൂപ്പര് വന്നിട്ട് റേഷൻ കാർഡ് ഇവിടെ വെച്ചിട്ട് അട്ടി വെച്ചിട്ട് പോയതാണ്. പിന്നെ ഞങ്ങൾ വരുന്നത് ഒരു 10-10:30 ആയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് കല്യാണത്തിന് പോകാനായിട്ട്. അങ്ങനെ നേരെ വരി നിന്ന് ഇതാ അവിടെ എത്തിക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ മാസ്റ്ററിങ്ങൊക്കെ ചെയ്ത് കയ്യൊപ്പൊക്കെ വെച്ച് ഉഷാറാക്കി. അപ്പോൾ ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള രേഖയാണെന്ന് തോന്നുന്നു കേട്ടോ അത്. അങ്ങനത്തെ കുഞ്ഞാറ്റിൻ്റെ വെച്ചപ്പോൾ പിന്നെ ഒരു കൈവിരൽ പതിയണില്ല, പിന്നെ എല്ലാ വിരലുമാണ് പതിച്ച് വെച്ചപ്പോഴാണ് റെഡി ആയത്. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ കാത്തുന്നപ്പോൾ തന്നെ എല്ലാവരും ആകുമല്ലോ, ഭയങ്കര തിരക്കല്ലേ. ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് നമുക്ക് വേഗമായിട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഒന്ന് അടിച്ചു വാരലൊക്കെ ഉണ്ടായിരുന്നു ചെറിയതായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ നമുക്ക് കല്യാണത്തിന് പോകാനായി. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, വലിയൊരു ഓഡിറ്റോറിയം. അപ്പോൾ അവിടേക്ക് കണ്ട കല്യാണത്തിന് പോകണം. നമ്മൾ എന്താ പറയുക, ഈ ഒരു കുപ്പായം തന്നെ ഉള്ള എനിക്ക് ഇതൊന്ന് അടിച്ചു നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ എന്ന് എഴുതുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ ഒരു കല്യാണത്തോട് കൂടി ഇതൊക്കെ പെട്ടിയിൽ പാത്താക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. കുറേ ആയി ഇതിങ്ങനെ എടുത്ത് വിലസണി ഞാൻ. അങ്ങനെ ഞങ്ങൾ 11-12 മണി ആയപ്പോഴാണ് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുങ്ങി കെട്ടി താങ്ങി വന്നപ്പോൾ അതിന് ഇത്ര നേരമായിട്ടുണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ആകുമ്പോൾ നല്ല തിരക്കുണ്ട്, വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ പുതിയപ്പോഴൊക്കെ വൈകുന്നേരത്തിന് ആ ഒരു നേരത്തിനല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മളെ ഹിന്ദുക്കളെ കല്യാണമൊക്കെ ആകുമ്പോൾ നേരത്തെ കാലത്ത് താലിയൊക്കെ കെട്ടി ആ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലേ. ഇവർക്ക് പിന്നെ അങ്ങനെയല്ലല്ലോ, കൊണ്ടുപോകണ ആ ഒരു നേരത്തെ ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടാക്കും പോലെയൊക്കെ വരുള്ളൂ. അപ്പോൾ അതിന് ചേച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരം വൈകിട്ട് വന്നത് കേട്ടോ.
അങ്ങനെ വന്നപ്പോൾ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ അവിടെ ചവിട്ടിപ്പിടിച്ചോണ്ട് നോക്കി നിന്നു കേട്ടോ കുറേ നേരം. അപ്പം ഇത് പുതിയണ്ണിൻ്റെ തലേന്നത്തെ ആ ഡ്രസ്സും കാര്യങ്ങളാണ് കേട്ടോ. നല്ല ചൊറക്കിലാണ്ട് ഒരുങ്ങിയിരിക്കണില്ല. പിന്നെ ഇതാണ് നമ്മളെ പുതിയാപ്പിളയും പുതിയണ്ണുമായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറുന്നാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഉസാറ് ചിക്കൻ ബിരിയാണി, അതിൻ്റെ അപ്പുറത്ത് നല്ല പോത്ത് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പം ചിക്കൻ ബിരിയാണി എപ്പോഴും തിന്നണമല്ലേ വിചാരിച്ച് ഞാൻ പോത്ത് ബിരിയാണിയാണ് തിന്നു. ഉസാറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ചോറ് പള്ളയിലാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞേരെ വേഗം ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴത്തിന് വീട്ടിലെത്തണം. പിന്നെ കുറച്ച് തുണിയും കുപ്പായൊക്കെ തോരട്ടതാണല്ലോ. ഇനിയിപ്പോൾ അത് നനയണേൻ്റെ മുന്നേ അവിടെ എത്തിയാലൊരു സമാധാനമുള്ളൂ. വർത്താനം പാടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഭയങ്കര മഴയായിട്ടോ. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ തന്നെയായിരുന്നു. ഇങ്ങനെ ചാറി ചാറി നിൽക്കണമെന്നല്ലത്, ഭയങ്കര ഭീകരമായിട്ട് മഴ തന്നെ പെയ്തു കേട്ടോ. ഇടിവെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ചുരുണ്ടുകൂടി അവിടെ ഇങ്ങനെ കടന്നു, കുറേ നേരം അവിടെ കടന്നു. മക്കളൊക്കെ ഇതാക്കണം ഫോണിലൊക്കെ നോക്കിയിട്ട് അവിടെയൊക്കെ തോണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ അടുത്തൊരു കല്യാണം വരാനുണ്ട്, അതിക്കില്ല ഡാൻസ് പഠിക്കണം എന്നൊക്കെയാണ് ഇവരെ ചിന്താഗതി. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ് ഒരു മൂന്നാളും ഇങ്ങനെ ഇരിക്കണം. ഡാൻസ് പഠിക്കണമല്ലോ എന്നിട്ട് ആ തലേന്ന് കളിക്കാനായിട്ട്. അപ്പോൾ ഹൽദിയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡാൻസൊക്കെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഓരോരുത്തി ഇരുന്നേരം പിന്നെ ഞാൻ വന്ന് കടന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് കടന്നു. അപ്പോൾ പള്ള നിറഞ്ഞിങ്ങോട്ട് മുട്ടിയെന്ന് അറിയില്ലേ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ വേഗം വന്ന് കടന്നു കുറച്ച് നേരം. അപ്പം മഴ പെയ്തുകൊണ്ട് നിൽക്കുക, നല്ല മഴയായിരുന്നു, ഉഷാറ മഴ. അപ്പോൾ ഭീകരമായിട്ടുള്ള മഴ തന്നെയായിരുന്നു കേട്ടോ. എന്തോരം തണുപ്പും നല്ല നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കണ്ണൻ അവിടെ നോക്കിയോ പീടിയെ പോയി വരികയാണ് കേട്ടോ. കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഓന് മഴയത്ത് ഇതങ്ങനെ പീടിയയിലൊക്കെ പോയിട്ട് വരികയാണ്. ഓന് തിങ്കളാഴ്ച രാവിലെ തന്നെ പോകും കേട്ടോ. ഒരു ദിവസത്തെ ലീവ് തന്നെ ഉള്ളൂ ഓന്. ഏതായാലും ഓൻ്റെ കഴിയാനായല്ലോ. ഇനി അടുത്ത മാസം കൂടി കഴിഞ്ഞാൽ ഓൻ്റെ കഴിഞ്ഞിട്ട് 6 മാസം പൂർത്തിയാക്കും. അങ്ങനെ ഇതാക്കണം. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് കടന്നു. ഓന് ഇതാക്കണം ഇതിൻ്റെ ഒപ്പം കടന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കടന്നു കിട്ടാൻ. ഓന് അവിടുത്തെ വർത്താനം പറയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാക്കണം ഇത് കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. കേട്ടോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും വെക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അടുപ്പത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് കുക്കർ പായസമായാലോ എന്ന് വിചാരിച്ച് ഫുള്ള് കുക്കർ പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ടും തന്നെ കുക്കറിൽ വെച്ചാലാണ് പെട്ടെന്ന് ആകുള്ളൂ. അപ്പോൾ ഇന്ന് കുക്കർ പായസമാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഓണത്തിന് ഇതാക്കുന്ന എടുത്ത് വെച്ച കുറച്ച് ശർക്കര പാൽ നമ്മൾ വാങ്ങിയിട്ടോ. അപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ല, പരിപാടിയൊന്നും ഇല്ല. അതൊക്കെ മെനക്കെട്ട പരിപാടിയല്ലേ, അതുകൊണ്ട് തേങ്ങാപ്പാൽ പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാൽ വാങ്ങി. പിന്നെ അരിയും അതേപോലെ തന്നെ നമ്മളെ പയറൊക്കെ ഉണ്ടായിരുന്നല്ലോ ഓണത്തിന് വെച്ചതിൻ്റെ ബാക്കി ഒരു പിസ്കി ഞാൻ കുറച്ച് നേരം എടുത്ത് വെച്ചെന്ന്. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കാമല്ലോ, പൂതിയാകുമ്പോൾ ഉണ്ടാക്കി കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് ഇതാക്കുന്ന പായസം വെക്കാനുള്ള പരിപാടിയാണ്. നല്ല മഴ ഉണ്ടല്ലോ, പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ മഴ പോണതിൻ്റെ മുന്നേ ഈ ഒരു പായസം റെഡി ആയാൽ നല്ല തണുപ്പത്, ആ മഴയൊക്കെ കണ്ട് ചൂടോട് പായസം ഊതി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ അടപടലം തെറ്റിപ്പോയിട്ടോ. ഞാൻ പായസം അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ മഴ നിന്നിക്കണം കേട്ടോ. പിന്നെ ആ ഒരു തണുപ്പുണ്ടേന്ന്. അപ്പോൾ പായസം വെക്കുന്ന പരിപാടി ഇതാ സിമ്പിളാണല്ലോ, പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. നമ്മൾ പരിപ്പ് നല്ല പോലെ ഒന്ന് കഴുകാതെ തന്നെ വറുക്കലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഏതായാലും കഴുകിയിട്ടില്ല. വറുത്ത് കഴിഞ്ഞേരം ഞാൻ കഴുകിയാണ്ട് അരിയും അതേപോലെ തന്നെ പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുക്കറിലിട്ട് അങ്ങോട്ട് വേവിക്കട്ടെ കേട്ടോ. 1-2 വിസിൽ വരുമ്പോഴത്തേന് തന്നെ ഇത് വെന്ത് കിട്ടും, അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ശർക്കര ഇതാക്കണം ഞാൻ പാനിയാക്കിയാണ്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പാലല്ലേ, പാലാവുകൊണ്ട് തിരക്കടില്ലല്ലോ. അങ്ങനെ ഇതാക്കണം. അരിയും പരിപ്പൊക്കെ വെന്തിട്ട് അയക്ക് ഞാൻ പാല് വാരുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പാലിൽ കിടന്ന് വേവിക്കാനാണ് സംഭവം, അങ്ങനെയാണ് വെക്കല്. പക്ഷെ നമുക്ക് പാൽ ഒരു പാക്ക് ഉള്ളത് കാരണം അപ്പോൾ ഇങ്ങനെ വേവിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പാല് വാർന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്.
പിന്നെ ഇതാകണ ഏലക്കായും കാര്യങ്ങളൊക്കെ ഇട്ടാൽ ആ പായസത്തിൻ്റെ ആ പരിപാടി ഒരു മണം ചൂരുണ്ടല്ലോ അതൊക്കെ കിട്ടുമല്ലോ ചോദിച്ചാണ്ട് ഏലക്കായൊക്കെ ചേർത്തേക്കണം കേട്ടോ. അല്ലെങ്കിൽ ചുക്കുപൊടിയും കാര്യങ്ങളൊക്കെ ജീരകപ്പൊടി ചുക്കുപൊടി ഏലക്കായ അതൊക്കെ പൊടി ചേർത്താലാണ് ആ ഒരു പായസത്തിൻ്റെ ആ ഒരു മട്ടും മാതിരി ആകുള്ളൂ. ഇന്നിപ്പോൾ അതിനൊന്നും നേരമല്ല, ഏലക്ക മാത്രമാണ് ഞാൻ ചേർക്കണത്. അപ്പോൾ ഒരു പാക്കറ്റ് പാലിതാ ഫുള്ള് ഞാൻ അതിൽ ഒഴിച്ചിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും തിളപ്പിച്ചെടുക്കട്ടെ. തിളച്ച് ഇതാക്കണ ആ അരിയും പരിപ്പും പാലും ഒക്കെ പാടെ മിക്സ് ആയിട്ട് ഇങ്ങോട്ട് കയറ്റം. എന്നിട്ടാണ് നമുക്ക് ശർക്കരപ്പാനി ഇല്ല അതും കൂടി ചേർക്കാനായിട്ട്. അപ്പോൾ വലിയ സിമ്പിളല്ല പരിപാടി. പായസം വെക്കൽ ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ നല്ല പണിയായിക്കാരെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഈസി പരിപാടിയാണ് ഈ ഒരു പരിപാടി. ഞാനിതങ്ങ് കുടിക്കാൻ കുത്തിരിക്കണ ആളായിരുന്നു ആദ്യമൊക്കെ. ഇപ്പോൾ അതൊക്കെ ഉണ്ടാക്കാനും രസമല്ലേ, ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏലക്കായ ഒരു 3-4 നല്ല ഇട്ട് കൊടുത്തത്, ഒരു 5-6 ഏലക്കായ കുത്തിയാണ്ട് ഇതിൽ ഇട്ട് കൊടുത്തേക്കണ്. അപ്പോൾ മിക്സിയിൽ ഇതാക്കണേ അരച്ചിട്ട് നല്ല പഞ്ചസാരയും കൂട്ടിയിട്ട് അടിച്ചാൽ നല്ല ഉഷാറായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതിനുള്ള നേരമൊന്നും ഞാനില്ല. അപ്പോൾ ഞാൻ ഇതാക്കണം ചെറിയൊരു അമ്മിക്കുട്ടിയിട്ടല്ലോ അതിനോടൊന്ന് കുത്തിയാണ്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പാലും അതേപോലെ തന്നെ പരിപ്പും അരിയും ഒക്കെ പാടെ നല്ല പോലെ വെന്ത് ഉടഞ്ഞിക്കണം കേട്ടോ, നല്ല ഉസാറായിട്ട്. ഇനിയിപ്പോൾ ഈ ഒരു നേരത്താണ് നമുക്ക് ശർക്കരപ്പാനി ചേർക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു നേരത്ത് നമുക്ക് പഞ്ചസാര ചേർത്താലും അങ്ങനെ കൊണ്ട് കുടിക്കല്ലേ. പക്ഷെ ആ ഒരു ശർക്കര ചേർക്കുമ്പോൾ ആ ഒരു രസം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ്. അപ്പോൾ ഞാൻ ആകെ ചേർക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ശർക്കര ഇതാക്കണ്. ഇത്തിരിയും കൂടി അവിടെ ബാക്കിയുണ്ട്, 1-2 ശർക്കര അവിടെ ബാക്കിയുണ്ട്. അത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഒക്കെപ്പാടപ്പം ഉപയോഗിച്ചാലുണ്ടല്ലോ പിന്നക്ക് എന്ന് പറയാനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇതാക്കണേ എപ്പോഴും ഞാനിത് പിസ്കണ ആളാണ് കേട്ടോ. എന്ത് കാര്യത്തിലും ഒരു പിസ്കരത്തരം നല്ലതാണ്. ഇനി പൈസയാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇത്തിരി പിസ്കരത്തരം നല്ലതാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഭാവിക്ക് നല്ലപോലെ ദോഷം ചെയ്യും, നല്ല ഗുണം ചെയ്യും കേട്ടോ, നല്ലപോലെ ഗുണം ചെയ്യും. അപ്പോൾ കുറച്ചൊക്കെ എടുത്ത് വെച്ചാണ്ട് ഇറുക്കി പിടിച്ച് നിർത്തിയാലാണെങ്കിൽ അത് നല്ലതാണ്. അപ്പം പിന്നെ നമ്മളെ പാലൊക്കെ പറന്ന് ശർക്കരയൊക്കെ പറന്നു അടിപൊളിയാക്കി. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചെടുത്ത് നമ്മളെ പായസം റെഡിയാകും കേട്ടോ. അപ്പോൾ കുറച്ച് ലൂസ് പോലെ തോന്നുന്നുണ്ടല്ലേ, പക്ഷെ ഒന്നിങ്ങനെ തണുത്താറി വരുമ്പം നല്ല പോലെ ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുടിക്കാനാണ് രസം. അപ്പോൾ പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാണയായിരുന്നു. അപ്പോൾ നല്ല രസമായി കാരം. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വിടാൻ വിചാരിച്ച വീഡിയോ ഒന്നും, പക്ഷേ ഇന്നലെ ഒരു പെട്ടെന്നുള്ള ഒരു മരണം കാര്യങ്ങളായതുകൊണ്ട് ഇന്നലെ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വോയിസ് ഓവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിറ്റേന്നാണ് ഇത്, ഇന്ന് തന്നെയാണ് നമ്മൾ നിങ്ങൾ ഈ ഒരു കാണുന്ന ആ ഒരു ദിവസം തന്നെയാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണത്. ഇന്ന് പിന്നെ നമുക്ക് തീരെ നേരമല്ല കേട്ടോ, അങ്ങനെയാണ് നിൽക്കണത്. അപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മൾ 2 ദിവസമായി നമ്മളെ വീഡിയോ ഇട്ടിട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം വീഡിയോൻ്റെ കാര്യമാണ്, സോഷ്യൽ മീഡിയേൻ്റെ കാര്യമാണ്. ഒരു ദിവസം ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു മാസം ഇടാത്ത ഒരു മേനി തോന്നിക്കും. അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ല ഉസാറായിട്ട്. ഇനി ഒന്ന് വറവും കൂടി ഇട്ടെടുത്താൽ സംഭവം ഉസാറായിട്ട്. വറവിടാനായിട്ട് നമ്മളടുത്ത് വലിയ അലങ്കോല പരിപാടികളൊന്നുമില്ല. ഇത്തിരി നെയ്യുണ്ട്, അതും ഞാൻ പിസുക്കി എടുത്ത് വെച്ചതാണ്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കാര്യങ്ങളൊന്നുമില്ല. തേങ്ങാക്കൊത്തുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും അതിൽ മൂപ്പിച്ചാണ്ട് ഇതിലിട്ട് കൊടുത്തേക്കണ്. അതന്നെ നമ്മളെ വറവിട്ട് കൊടുക്കൽ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ മതി. ആ നെയ്യിൻ്റെ ആ ഒരു ചൂരും മണം ഉണ്ടാക്കി തന്നെ പായസം ഒരു ടേസ്റ്റാണല്ലോ. അങ്ങനത്തെ പായസ പരിപാടി ഒരുവിധം കഴിഞ്ഞു എന്നല്ല, ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ല കുക്കർ പായസം. അപ്പോൾ അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് തന്നെ പരിപാടി തന്നെയാണ് കേട്ടോ. പക്ഷേ അരിയും പരിപ്പൊക്കെ വേഗണമെങ്കിൽ ഇത്തിരി നേരം പിടിക്കുന്നുള്ളൂ, അല്ലാത്ത വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പായസം വെച്ചുകൊണ്ട് കുക്കറിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. മഴ തോരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു പായസം കുടിച്ചിങ്ങനെ തീർക്കാമല്ലോ, മഴയൊക്കെ നോക്കിയിട്ട്. അങ്ങനെ ഇതാക്കണം. ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ പാത്രത്തിലൊക്കെ ഒഴിച്ച് കൊണ്ടുവന്ന് ഇതാക്കണം. മൂപ്പർക്ക് കൊടുക്കാൻ പോവുകയാണ്. മൂപ്പര് ഇതാ ഉറങ്ങിയൊക്കെ നീച്ച് നല്ല ഉസാറായിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പായസമൊക്കെ ഒന്ന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്. നല്ല ചൂട് പായസമാണല്ലോ. അപ്പോൾ പായസം ഇതാക്കണം. ആർക്കാണ് വേണ്ടാത്ത, എല്ലാവർക്കും പായസം കോളയിക്കാറല്ലേ. അപ്പോൾ ഉണ്ടാക്കാൻ ആരും ഇല്ലെങ്കിലും കുടിക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വൈകുന്നേ കുഞ്ഞാറ്റിൻ്റെ തുണക്കാരത്തി വൈകിയാണ് ഇതുള്ളത്. ഒരു ഡാൻസ് പഠിക്കാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഇന്ന് കല്യാണം ഉണ്ട്, 27-ാം തീയതി ഒരു കല്യാണം ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അതിന് ഡാൻസ് പഠിക്കാനായിട്ട് എല്ലാവരും വന്നതാണ്. അപ്പോൾ പായസം കുടിച്ചിട്ടാകാമെന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ പായസം കണ്ടപ്പം എല്ലാവർക്കും നല്ല ഉഷാറായി ഡാൻസ് കളിക്കാനുമായിട്ട് നല്ല ചൂട് പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ച് എല്ലാവർക്കും കൊടുത്തു. ഞാനും കുടിച്ചു കിട്ടും. നല്ല രസമുണ്ടായിരുന്നു പായസം. അപ്പോൾ ഞാൻ വെച്ചുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തൊരു ഇതാക്കണ കമ്മി ഇക്കാരം എല്ലാവർക്കും അറിയുണ്ടാവും ഉണ്ടാക്കി നോക്കാനായിട്ട്. എന്നാലും ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാഗം പറഞ്ഞു തന്നു എന്ന് മാത്രം. എന്നെ കണ്ടില്ല ക്യാമറക്ക് വലിയ ഇതൊന്നും ഇല്ലല്ലോ. അപ്പൊ സെറ്റ്
അല്ല നിങ്ങളെങ്ങനെ ഇരിക്കണം കാണാനല്ലോ. കുറിച്ച് എനിക്ക് ഇവിടെ ഒരു വലിയൊരു ക്യാമറമാൻ നിൽക്കുമ്പോൾ നിങ്ങൾ പറയാ ഞാൻ കുടി അങ്ങനെ ഇതാക്കണം. ഒരു 2 ഗ്ലാസ് പായസം പള്ളയിലാക്കിയാണ്ട് ഈ ഒരു പോക്കുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ ദിവസം ഉള്ളതാണ്. ഇപ്പോൾ അങ്ങോട്ട് നടന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടാത്ത മാതിരിയാണ്. ഇനിയിപ്പോൾ അതൊന്ന് പറിച്ച് കഴിയണ വരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിങ്ങനെ വൈക്കും വലിത്താൽ വാല് പോലെ നടന്നുകൊണ്ടേക്കാരം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പിന്നെ വാലിനെ കടിച്ച് പിടിച്ചാണ് പോകുള്ളൂ. അങ്ങനെ പായസം കുടിച്ച് ആ കഴിഞ്ഞ് ഇതാക്കണം. പള്ള ഒരു മത്തപ്പായിട്ട് ഒരു അരി പരിപ്പൊക്കെ ആകുമ്പോൾ ഒരു മുട്ടലുണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഒന്നാമത് നമ്മൾ ബിരിയാണിയൊക്കെ തിന്ന് പള്ള ദമ്മാക്കിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ കൂടെ 2 ഗ്ലാസ് പായസം കൂടി ആയപ്പോൾ ഉസാറായി. അപ്പം ഞാനൊന്ന് നടക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വണ്ടി കയറി പോകുന്നതാണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. അവിടെയൊക്കെ നല്ല പച്ചപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പൊതുവേ അവിടെ പച്ചപ്പ് തന്നെയാണ്, എന്നാലും രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. മഞ്ഞും കാര്യങ്ങളൊക്കെ പോലെ നിന്നിട്ട് പിന്നെ ഇവിടെ വന്നേരം പിന്നെ ഒഴിവ് കിട്ടിയിട്ടില്ല. അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക, അവിടെ നിന്ന് തോണ്ടി ഇവിടെ തോണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ പിന്നെയും മഴ വന്നുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. ഇതാക്കണം. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ മുളച്ച് പൊന്തിയത്. വലിയ സുഖമില്ലാതെയാണ് വന്നത് കേട്ടോ. എന്താണാവോ ഇനിയിപ്പോൾ വിത്തിൻ്റെ മോശമാണോ, ഇനി ഞങ്ങൾ ഇട്ടതിൻ്റെ കൈകളുടെ മോശമാണാവോ, ഞങ്ങളൊക്കെ അല്ലേ ഇട്ടത്. അപ്പോൾ അങ്ങനെയാണ് ഇത് വല്ലാതൊരു ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പോരാത്തതിന് ഇപ്പം തന്നെ ജന്തുക്കൾ കടിച്ച് തിന്ന് ഇലയൊക്കെ അകപ്പാടൊന്ന് കൊഴിച്ചിട്ടിക്കണു. അപ്പം ഇന്നലെ ഒരു രാത്രി സംഭവം ഉണ്ടായി. നമുക്ക് ഇന്നലെ രാത്രി കല്യാണം തലേന്ന് പോയപ്പോൾ നമ്മളെ പാദസരം കാണാനില്ല. പിറ്റേന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് പാദസരം കാൽമ കാണാനില്ലാതായത്. കാൽമ പാദസരമില്ലായിട്ട് എന്തൊക്കെയോ ഒരു മാതിരിയില്ലേ. അപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മൾ പാദസരം ഇഷ്ടമാട്ടോ. ഏതാ മോഡൽ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഏതോ കൊല്ലത്തെ ഏതോ മോഡലാണ്, അതൊക്കെ അറിയില്ല കേട്ടോ. അപ്പോൾ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അപ്പം ഇതാകള് വലിയ കടയിൽ തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഉസാറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ സ്പോർട്സിൻ്റെ അന്ന് ടീച്ചർമാരുണ്ട് ഇങ്ങനത്തെ ഒരു തൊപ്പി ഇടാനായിട്ട് കേട്ടോ. അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അതാകള് അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മഴ പെയ്തു കിട്ടും. നമ്മളിപ്പോൾ കാര്യമായിട്ട് വന്നത് മാറ്റി കുഴിച്ചിടാനായിട്ടായിരുന്നു. ഒരു കുഴിയിൽ കുറേ ഉണ്ടായിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് പറിച്ചിട്ട് അപ്പുറത്തെ കുഴിക്ക് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ മഴയോട് മഴ, പെരും മഴ. പിന്നെ നമ്മളിവിടെ നിന്നപ്പോഴും നല്ല മഴ ചെയ്തു. അപ്പോൾ അകപ്പാടെ ചപ്പിളി ആയിട്ടോ. ഇനിയിപ്പോൾ ഒന്ന് പറിച്ച് കുഴിച്ചിട്ട് അത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കയറി നിൽക്കുകയാണ്. മൂപ്പരതാ വെള്ളം തുറന്ന് കൊടുക്കുക കേട്ടോ. അവിടെ ഭയങ്കര വെള്ളക്കെട്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെയ്യുമല്ലോ, വെള്ളം കെട്ട് ഇങ്ങനെ നിന്നാൽ പയറും കാര്യങ്ങളൊക്കെ നമ്മളെ വെള്ളരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതൊന്ന് വെള്ളം നീക്കി കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇതാക്കണ് കണ്ണന് എവിടെയോ പാറ കയറാൻ പോകുകയാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയത്തൊക്കെ പാറ കയറാൻ പോകലൊക്കെ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയല്ലേ. അപ്പോൾ അങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് തടുത്ത് നിർത്തിയിട്ടുണ്ട്. പക്ഷേ വണ്ടി എടുത്തിട്ട് എങ്ങോട്ടോ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ കുടിക്കാനോ കാര്യങ്ങൾക്കൊക്കെ പോയതാണ്. അപ്പോൾ ഞായറാഴ്ച എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴല്ലോ, കഴിഞ്ഞ ഞായറാഴ്ച വന്നിട്ടില്ലേന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഞായറാഴ്ച വന്നത് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും കാര്യങ്ങളൊന്നും വരില്ല. ഇനിയിപ്പോൾ കല്യാണത്തിന് 27-ാം തീയതി ആ ഒരു കല്യാണത്തിനാവുമ്പോഴേ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പയറിൽ നമുക്ക് പണിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിന്നിട്ട് നമുക്ക് പയറിൽ പണിയൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് തോന്നിയത് നമുക്ക് പുഴയൊന്ന് കണ്ടുവരാമെന്നുള്ളത്. നമ്മൾ വീഡിയോ ഫുള്ളാക്കണമല്ലോ. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഉണ്ടായാലല്ലേ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുള്ളൂ. അപ്പം വീഡിയോ ഫുള്ളാക്കാനായിട്ട് ഇതാക്കണം. പിന്നെ നമുക്ക് പുഴ കണ്ടിട്ടും കുറേ ദിവസമായില്ലേ. പുഴയ്ക്ക് കുളിക്കാൻ വരലില്ല, പൊതുവെ അങ്ങനെ വരലില്ല കേട്ടോ. 1-2 വട്ടമാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഫുള്ള് വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ കലങ്ങി മറിഞ്ഞാണ് കേട്ടോ. വെള്ളം തന്നെ നല്ല കലക്കാണ്. അങ്ങനെ ആരും കുളിക്കാനും വരലില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഴ കാണാൻ വേണ്ടിയിട്ട് പുഴ കാണാനായിട്ട് വന്നതല്ല. കുറച്ച് വർഗവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തു കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ ഇതാക്കണം. ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട് രാവിലെ നമ്മൾ തുടങ്ങിയതാണ്. ഇതാണ് മണ്ടിപ്പായൽ. ഇപ്പോഴും ഇങ്ങനെ തന്നെ മണ്ടിപ്പായൽ തന്നെയാണ്. ഇനി ചെന്നിട്ട് വേണം നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട്. രാത്രിക്കത്തെ പരിപാടി വെക്കണമല്ലോ, നമ്മൾ ഒരു നേരം മാത്രം തിന്നാൽ പോരല്ലോ. അപ്പോൾ രാത്രിക്കത്തെ പരിപാടികളൊക്കെ നോക്കണം ചെന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.